ഹലോ ഫ്രണ്ട്സ്, കുറച്ച് മാങ്ങയും കൂടി ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നുണ്ട്. അതിനും കൂടി നമുക്കൊന്ന് കടുമാങ്ങ വെക്കാം. ഉപ്പുമാങ്ങയുടെ വെള്ളം അരിച്ച് ഒരു പാത്രത്തിലെടുത്തു. മുളക് പൊടി, ഞാനൊരു 4 കയ്യിലെടുത്തിട്ടുണ്ട്, നോക്കട്ടെ. പിന്നെ കടുക് പൊടിച്ചത് 1 2 3. ഇനി ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ ഉപയോഗിക്കാം. കായം ശരിക്കും ആ കട്ടക്കായം വറുത്ത് പൊടിച്ചിടണം. അതിനാണ് യഥാർത്ഥ ടേസ്റ്റുള്ളത്. ഞാൻ പിന്നെ മടി കൊണ്ട് തൽക്കാലം പൊടിയിടുക. നല്ല മണം ഉണ്ട് കേട്ടോ കായം. പണ്ട് ഇങ്ങനെ വീട്ടിൽ ഈ കടുമാങ്ങയൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതിൽ എണ്ണയൊന്നും ഒഴിക്കാറ് പതിവില്ല. അത് എണ്ണയില്ലാതെ തന്നെ അത് കേടുവരാറുമില്ല. ഒക്കെ നേരെ പാക്കിയിട്ടുണ്ടാവും. ഭരണിയുടെ മുകളിലൊക്കെ മണൽക്കിഴിയൊക്കെ കെട്ടി വെച്ച് അങ്ങനെയൊക്കെ. അപ്പം എത്ര കാലം വേണമെങ്കിലും കേടുവരാതിരുന്നിരുന്നു. ഇപ്പോഴും ഞാൻ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. നല്ലോണം ഒരു സ്പൂണ് കായോ ഒരു സ്പൂണും കൂടി കടുക് പൊടിയും 1 സ്പൂണ് ഉലുവപ്പൊടി ഇട്ടു. പണ്ടൊന്നും ഉലുവ ഇടാറില്ല, എന്താക്കറിയില്ല. നല്ല സ്ട്രോങ് ആയില്ല. ഇതുണ്ട്. ഇനി ഇതിൽ മാങ്ങ ഇടുക, ഇളക്കുക. കടുമാങ്ങ റെഡിയായി. ഞാനൊരു ബോട്ടിൽ നിറച്ചു. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇതേ നല്ലെണ്ണ ഒഴിച്ച് വയ്ക്കാം. കേട് വരാതിരിക്കുക. എങ്ങനെ അടച്ചു വെച്ചാലും കേട് വരലൊന്നുമില്ല. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇതേ നല്ലെണ്ണ ഉണ്ട്, കുറച്ച് ഒഴിച്ച് വെച്ച് അടച്ചു വയ്ക്കാം. കുറച്ച് നീണ്ടു നിൽക്കുന്ന സമയത്തേക്ക്. മറ്റുള്ളതൊന്നും ഇപ്പോൾ എണ്ണ ഒഴിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഒരു ബോട്ടിലാക്കി. ഇനി ഇങ്ങനെ 2 ബോട്ടിലും കൂടി ആക്കാണ്ട്. കടുമാങ്ങ റെഡിയായി. ഇത്രയും കടുമാങ്ങ ഇപ്പോൾ റെഡിയാക്കി.